മോക്കിപ്പം രണ്ടുപേർക്ക് ഈക്വൽ ഇഷ്യൂ ഉണ്ട് ശരിക്കും. ഇവന്റെ എത്ര വയസ്സിലാ വരുന്നത് സംഭവിക്കുന്നത്? അല്ല അതല്ല ഇത് കേൾക്കുന്നത് ശരിക്കും ഇവന് 4.5 വയസ്സിൽ. 4 വയസ്സ് ഫൈൻഡ് ചെയ്ത് 4 വയസ്സില. അല്ല നമ്മൾ ചെറുപ്പത്തിൽ കണ്ടെത്തിയണോ? 1.5 വയസ്സിൽ മോളത്തെ കണ്ടെത്തി. മോൾക്ക് പിന്നെ കോക്ലിയർ ചെയ്യാനുള്ള സംവിധാനം വരുന്നത് 6 വയസ്സായി. നമ്മൾ 4.5 വയസ്സ് ആദ്യം 2 വയസ്സാകുമ്പോൾ ഇവന് 2 മാസം പ്രായമാകുമ്പോൾ ഞങ്ങൾ മൈസൂർ പോയി. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് അവിടെ 4.5 വർഷം നിന്നു. വൈഫ് ടീച്ചറാണ്. അവള് ആകെ 8 വർഷം സർവീസ് ഒക്കെ കളഞ്ഞു. അങ്ങനെ ഭയങ്കര സ്കൂൾ ഗേൾസിനെ മാഷ. ഞാനിടയ്ക്ക് വരുന്നു പോകുന്നു ആയിട്ട് നിന്ന്. പിന്നെ കോക്ലിയർ നമ്മളെ മിംസിൽ സർജറി. സ്പീച്ച് തെറാപ്പിയിൽ മൈസൂരിൽ പോകുമ്പോഴേ അവർക്ക് ശരിക്ക് പിന്നെ ഇതാണെന്ന് ഫൈൻഡ് ചെയ്തിരുന്നു. കേൾക്കാനാണ് ഫൈൻഡ് ചെയ്തത്. കണ്ടെത്തേണ്ട പോകുന്നുണ്ട് കോഴിക്കോട്. അവിടെ നല്ല അതിന് മാത്രമായിട്ട് നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് അതിന് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റും. ഒരുപാട് ഫാമിലികൾ അവിടെ ഉണ്ട്. ഫാമിലികൾ നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ മൈസൂർ വളരെ ഫേമസ് ആണ്. ഏഷ്യയിൽ തന്നെ നമ്പർ 1 ഇൻസ്റ്റിറ്റ്യൂട്ട്. അവിടുന്ന് പഠിച്ച് ഇറങ്ങിയ ആളാണ് നമ്മൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പിന്നെ ഇതിന്റെ ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് സമീർ സാർ. അവിടെ വലിയ സൗകര്യങ്ങളാണ് അവിടെ കോഴിക്കോട്. നല്ല സൗകര്യങ്ങൾ. ഈ ശരിക്ക് പിന്നെ ഈ ഗവൺമെന്റ് നിങ്ങൾ ആദ്യം കോക്ലിയർ ഇംപ്ലാന്റ് ചെയ്തതിന് ശേഷമാണോ ഗവൺമെന്റിനെ അപ്രോച്ച് ചെയ്യുന്നത്? അതെ. അല്ല ഗവൺമെന്റ് ഞങ്ങൾക്ക് അന്ന് ഇത് ഫസ്റ്റ് വരില്ലേ. അതെ. ഞങ്ങൾക്ക് എങ്ങനെ ഇതിന് പൈസ വേണം. നല്ല 12 ലക്ഷം റുപ്യാണ് ഉണ്ടാക്കി ചെയ്യണം. അന്ന് അത്ര മതി. അന്ന് പിന്നെ ഒരു ഇൻട്രസ്റ്റ് ഫ്രീ ലോണ് ഉമ്മൻചാണ്ടി സാർ എടുക്കുന്നത് കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇടപെട്ടിട്ട് തരാമെന്ന് പറഞ്ഞ് അതിന്റെ സംഗതികളൊക്കെ ആയി. ഒരു മാർച്ച് 17-ന് ലോൺ അനുവദിച്ച് കിട്ടി. അതിന് തടസ്സങ്ങളുണ്ടായിരുന്നു. കാരണം 150 ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് ഞാനിത് തിരിച്ചടക്കും. മാസം 8,000 റുപ്യ വെച്ചുകൊണ്ട്. എന്നാലും ഞാൻ റിട്ടയർ ചെയ്യുമ്പോൾ പൈസ സർക്കാർക്ക് ചെല്ലുള്ളൂ. പക്ഷെ എനിക്കന്ന് 5,000 താഴെ ശമ്പളം. പിന്നെ വൈഫിനോടും ജോലി ഉണ്ട് പറഞ്ഞാൽ എല്ലാവരും ശമ്പളം വെച്ചുകൊണ്ട് അങ്ങനെ ഉമ്മൻചാണ്ടി സാർ അങ്ങനെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾക്ക് പരിഹാരം കണ്ടത് ഏറ്റവും വലിയ ഇടപെട്ട് ധനകാര്യ വകുപ്പിൽ അതിന് പ്രത്യേക അനുമതി വാങ്ങി സ്പെഷ്യൽ ഓർഡർ കൂടി ഫണ്ട് കിട്ടി. മാർച്ച് 19-ന് കിട്ടി. 21-ന് പൈസ മാറി. 22-ന് സർജറി ചെയ്ത് റീഇംബേഴ്സ് ചെയ്യാന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ ശ്രമിച്ചത്. പക്ഷെ അന്ന് റീഇംബേഴ്സിബിളായ സാധനങ്ങളെ പട്ടികയിൽ ഇതില്ലായിരുന്നു. പക്ഷേ സ്പെഷ്യൽ ഓർഡർ കൂടി തരാൻ പറ്റും. ഇത് ഈ പേപ്പർ അവിടെ ഒരു 4 ദിവസം കൊണ്ട് എത്തിക്കണം. അപ്പോഴേക്കും ഇലക്ഷൻ പ്രഖ്യാപിച്ചു. പിന്നെ സ്പെഷ്യൽ ഓർഡർ ഇടാൻ പറ്റിയില്ല. പിന്നെ പുതിയ സർക്കാർ US സർക്കാർ വന്നു. 5 വർഷം അതിൻ്റെ വിധാനം നടന്നിട്ടേ കിട്ടിയില്ല. അതുവരെയുള്ള ഇൻസ്റ്റാൾമെൻറ്റൊക്കെ ഞാൻ അടക്കേണ്ടി വന്നു. പിന്നെ ബാക്കി 4,50,000 ഉണ്ടായിരുന്നു. അത് പിന്നെ ഉമ്മൻചാണ്ടി സാർ വന്നപ്പോൾ ഗവൺമെൻറ് കയറപ്പോയി പിന്നെ സമീപിച്ച് അത് റീഇംബേഴ്സ് ചെയ്തു. ആ പൈസ കിട്ടി. ഇതാണ് നമുക്ക് സർക്കാരിന് ആ കിട്ടിയ സമയം. പിന്നെ അതിന് ശേഷം ഇവനെ 2 പ്രാവശ്യം പ്രോസസ്സർ മാറ്റി. സ്പീച്ച് പ്രോസസ്സർ മാറ്റി. പുറത്ത് വെക്കുന്ന സാധനം അകത്തുള്ള ഇംപ്ലാന്റ്. പിന്നെ മോക്ക് 3 പ്രാവശ്യം മാറ്റി. അതിനൊക്കെ 7 ലക്ഷം 8 ലക്ഷം റുപ്യ ചിലവാണ് ഒരു സമയത്ത്. ഇപ്പോൾ മോള് ഇന്ത്യയിൽ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ MBBS-ന് അഡ്മിഷൻ കിട്ടുന്ന ആദ്യത്തെ കുട്ടിയാണ്. ഞങ്ങളവളെ പിന്നെ എഞ്ചിനീയറിംഗ് ഫോക്കസ് ചെയ്താൽ പഠിപ്പിച്ചത്. കാരണം ഹിയറിംഗ് ഇമ്പയർഡായ കുട്ടികൾക്ക് മെഡിസിൻ അഡ്മിഷൻ ഇല്ല പ്രോസസ് പ്രകാരം. കാരണം അങ്ങനെ പിന്നെ ഇവള് പക്ഷേ എഞ്ചിനീയറിംഗിൻ്റെ എൻട്രൻസ് എഴുതി മെഡിസിൻ്റെ എഴുതി. അവിടെ പ്രത്യേകം ബയോളജിയൊക്കെ പഠിച്ച് എഴുതി. പിന്നെ കോഴിക്കോട് NIT-ൽ കമ്പ്യൂട്ടർ സയൻസിന് അഡ്മിഷൻ കിട്ടി. പിന്നെ മെഡിസിൻ്റെ ഇൻ്റർവ്യൂ മെഡിക്കൽ ബോർഡ് മുമ്പാകെ നമ്മൾ കേരള ഗവൺമെൻറ് മെഡിക്കൽ ബോർഡ് മുമ്പാകെ ഹാജരായി. അപ്പോൾ അവരോ നിങ്ങളെന്തിനാണ് പോകുന്നത്? കാരണം പ്രോസ്പെക്ട്സിൽ ഇങ്ങനെ പറയണത് എനിക്ക് തരാൻ പറ്റില്ല. എനിക്ക് വേണമെങ്കിൽ എഞ്ചിനീയറിംഗിന് എലിജിബിലിറ്റി ആകാം. നമ്മൾ NIT-ൽ മോക്ക് അഡ്മിഷൻ ഉണ്ട്. പിന്നെ ഇപ്പോൾ അതിന് കേരളത്തിൻ്റെ അതിന് ആവശ്യമില്ലല്ലോ. അങ്ങനെ ആയാലും പിന്നെ ഞങ്ങൾ ഇവിടെ മടങ്ങി വന്ന് ഓൾ ഇന്ത്യ കോട്ട 15% സീറ്റുണ്ട്. അതിൻ്റെ മെഡിക്കൽ ബോർഡ് മദ്രാസ് മെഡിക്കൽ കോളേജിൽ അവിടെ ഒന്ന് പോയി നോക്കാറുണ്ട്. അവിടെ പോയി. അപ്പോൾ ഓള് നല്ല NTSC സ്കോളർഷിപ്പ് കിട്ടിയ ആളാണ്. അല്ലേ NTSC അറിയില്ല, മിനി IAS പരീക്ഷ. അപ്പോൾ അതൊക്കെ കിട്ടിയ കുട്ടി ഒരു മെറിറ്റോറിയൻ്റെ ഉള്ള A1 കിട്ടിയ നല്ല മെറിറ്റോറിയസ് ആയ കുട്ടി. അങ്ങോട്ട് വന്നിട്ട് നമുക്ക് തരൂല എന്ന് പറയാൻ ചെറിയ പ്രയാസമുണ്ട്. പിന്നെ ഞങ്ങളും ഇതേ സർജറി കൂടെ ചെയ്യുന്നുണ്ട്. കുട്ടികളൊക്കെ ഞാൻ കാണിച്ചത്. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റും ഞങ്ങൾ നോക്കട്ടെ. ഞങ്ങൾ 3 ദിവസം അവിടെ വെയിറ്റ് ചെയ്യണം. മദ്രാസ് മെഡിക്കൽ കോളേജിൽ അവർ ഡൽഹിയൊക്കെ കിട്ടുന്ന ബന്ധപ്പെട്ട് 3-ാം ദിവസം ഞങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എലിജിബിലിറ്റി തരാൻ തീരുമാനിച്ചു. അങ്ങനെ ആൾ ഇന്ത്യ കോട്ടയിൽ വന്നാണ് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ചേർന്നത്. PG-ന്റെ എൻട്രൻസ് അവിടെ തന്നെ അതിൽ തന്നെ നോക്കുന്നു. NID നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈനിങ്ങിൽ അതിന്റെ ഇന്റർവ്യൂ ആണ് നാളെ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഇതിപ്പോ ശരിക്കും നമ്മളെ പ്രോബ്ലം ശരിക്കും ഇപ്പം ഗവൺമെന്റ് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന്
ഒരു സപ്പോർട്ടും ചെയ്തില്ല. ഇല്ല ഇല്ല നമ്മളെ ഒന്നാമത് ശ്രുതി തരംഗം എന്ന് പറഞ്ഞ സാധനം തന്നെ പൂർണ്ണമായിട്ട് അത് എന്റെ സാധനങ്ങൾ അവസാനിച്ചു. നിന്നുപോയി ഒരു ഗവൺമെന്റ് വലിയ താല്പര്യത്തിൽ തുടങ്ങിയിരുന്ന ഒരു പദ്ധതി, വലിയ താല്പര്യത്തില് പിന്നെ അന്ന് 200 കുട്ടിയൊക്കെ ചെയ്യാൻ അവസാനം 700 കുട്ടിയെ 700 കുട്ടികൾക്ക് ചെയ്തു. ഞാൻ എന്റെ കോൺസ്റ്റിറ്റ്യൂൻസിലൊക്കെ 2 പേർക്കൊക്കെ ചെയ്തിരുന്നു. പക്ഷെ അവരൊക്കെ ഇപ്പൊ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം എന്താ വെച്ചാൽ ഇതിന്റെ മെയിൻ്റനൻസിലേക്ക് അവർക്ക് നിൽക്കാൻ പറ്റുന്നില്ല. ചിലരൊക്കെ ഇത് ഇപ്പം എനിക്കൊക്കെ അറിയാം, അല്ലെങ്കിൽ മോൾക്കറിയാം, അങ്ങനെ വർക്ക് ചെയ്ത് മുമ്പോട്ട് പോയിട്ട് പെട്ടെന്ന് ശബ്ദം നഷ്ടമായി പോകുന്നുണ്ടാവുന്ന ഭയങ്കര മാനസികമായ പ്രശ്നങ്ങളും പ്രയാസങ്ങളും അവർക്ക് ഉണ്ടാവും. ഞാൻ കഴിഞ്ഞ ആഴ്ച മോളെന്ന് വന്നപ്പോൾ മോളെ ഈ പവർ ബാങ്കിന്റെ ഒരു കേബിളിന്റെ ബാഗിൽ അറിയപ്പെട്ടു. ഇവൾക്ക് ഒരു വൈകുന്നേരം 4 മണിയൊക്കെ മുതൽ ബാറ്ററി തീരും, പിന്നെ പവർ ബാങ്ക് വെക്കണം. പിന്നെ അവളുടെ ഡ്യൂട്ടി 11 മണി 10 മണിയൊക്കെ രാത്രി കഴിയുമ്പോൾ അപ്പോൾ ആകെ പ്രയാസപ്പെട്ടാണ്. പെട്ടെന്ന് സ്പെഷ്യൽ സ്പീഡ് കൊറിയറിനെ അയച്ച് 3 ദിവസം കൊണ്ട് കിട്ടി. നല്ല അങ്ങനത്തെ ഒരു ദിവസം പോലും ഇല്ലാതെ അതാണ് ഒരു ദിവസം പോലും ഇല്ലാതെ. ഇപ്പം ശരിക്കും ഈ ഞങ്ങൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, ഈ സോഷ്യൽ ജസ്റ്റിസിനകത്ത് അതൊരു പിന്നെ സ്റ്റേറ്റിന്റെ ബാധ്യതയാണ് എന്ന തരത്തിലേക്ക് അത് ഏറ്റെടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ശരിക്ക് നമ്മളെല്ലാരെയും അഡ്രസ് ചെയ്യേണ്ടത് രാജ്യത്തിൽ നികുതി കൊടുക്കുന്ന ഒരു സമൂഹത്തിന് നിർബന്ധമാണ്. പക്ഷെ നിർഭാഗ്യവശാലും നമ്മളെ ഇത് ഏറ്റെടുക്കുന്നില്ല. അപ്പൊ എനിക്ക് തോന്നുന്ന ഒരു കാര്യം വെച്ചാൽ ഈ വിഷയം നമ്മൾ എന്തായാലും പ്രതിപക്ഷ നേതാവിനോട് നമ്മൾ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഈ വിഷയത്തിൽ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞതാണ്. നമ്മൾ കോക്ലിയർ ഇംപ്ലാന്റേഷനും അതിന്റെ തുടർ പ്രവർത്തനങ്ങളും പിന്നെ എന്തായാലും മോണിറ്റർ ചെയ്യാൻ തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്. കാരണം അത്ര അധികം ആളുകൾ ഇപ്പൊ നിങ്ങൾക്കൊക്കെ പിന്നെ ഞാൻ പറയുന്നത്, നിങ്ങൾ റിട്ടയർഡ് അധ്യാപകൻ പിന്നെ അത്യാവശ്യം എന്ന് പറയുന്നതൊക്കെ കഷ്ടപ്പെട്ടിട്ടാണ് ചെയ്യുന്നത്. അതെ, പക്ഷെ അതുപോലും ആവാത്ത ആളുകൾ. അപ്പൊ ഞാൻ ചെയ്തു കൊടുക്കുന്ന ഒരുപാട് ആളുകൾ സങ്കടകരമാണ് കാര്യങ്ങൾ. ഡോക്ടറൊക്കെ അന്ന് പറഞ്ഞത്, നിങ്ങളെ ഈ മോളെ കെട്ടിക്കുമ്പോൾ നിങ്ങൾ 20 കൊടുക്കും, 30 കൊടുക്കും, 50 കൊടുക്കും, അതിനെക്കാളും പ്രാധാന്യം നിങ്ങൾ എങ്ങനെ ചെയ്യാൻ പറ്റുന്നത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ചെയ്യിച്ചത്. ഇത് ഇതിന്റെ മെയിൻ്റനൻസ് ഒരു വർഷത്തിലൊക്കെ വരുമോ, അല്ലെങ്കിൽ എത്ര വർഷം കൂടുമ്പോൾ? 3-4 കൊല്ലം കഴിയുമ്പോൾ 3-4 കഴിയുമ്പോൾ പ്രൊസസർ ഇംപ്ലാന്റ് ചെയ്തതിൽ കുഴപ്പമുണ്ടാവില്ല. അതിപ്പോ പ്രശ്നമുണ്ട്. മോൾക്ക് ഇപ്പോൾ ഡെർമറ്റോളജിയാണ് അവിടെ കിട്ടിയത്. അത് ഏറ്റവും ടോപ്പ് ബ്രാഞ്ചാണ്. പിന്നെ കേരളത്തിൽ ഡെർമറ്റോളജിക്ക് ഡിസബിലിറ്റിക്കാർക്ക് ഒരു സീറ്റ് ഉണ്ടായിരുന്നു. അത് ഈ വർഷം ഉണ്ടായില്ല. ഞാൻ എംഎസ് കമ്മീഷണർക്ക് പരാതിയൊക്കെ കൊടുക്കും. അപ്പോൾ അയാൾ പറഞ്ഞു അത് റൊട്ടേഷൻ പ്രകാരം വരുമ്പോൾ ചില വർഷം ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ്. ഞാൻ പറഞ്ഞു ഇങ്ങനെ കേൾക്കാത്ത കുട്ടികളെ സംബന്ധിച്ചോളം സ്റ്റെതസ്കോപ്പിന് വലിയ ആവശ്യമില്ലാത്ത ഒരു കോഴ്സ് അതാണ്. എന്തെങ്കിലും ആയിട്ട് നിങ്ങൾ തരണം എന്ന് പറഞ്ഞ് തന്നില്ല. പിന്നെ മോൾക്ക് റേഡിയോളജിക്ക് സെലക്ഷൻ ബോർഡ് സീറ്റ് ഉണ്ടായിരുന്നു. അവള് 4ാം റാങ്കാണ് കേരളത്തിലെ ഡിസബിലിറ്റി കാറ്റഗറിയിൽ. അപ്പോൾ എന്തായാലും അവൾക്ക് കിട്ടേണ്ടതായിരുന്നു. അപ്പം പക്ഷേ ഞങ്ങളുടെ സർജറി ഡോക്ടർ ഇവരെ എലിജിബിലിറ്റി തന്നു, സൂട്ടബിലിറ്റി ഇത് തന്നു നമ്മുടെ മെഡിക്കൽ ബോർഡ്. പക്ഷേ ഞങ്ങളുടെ ഡോക്ടർ പറഞ്ഞാൽ ചെയ്യാൻ അതിന് പോകണ്ടാന്ന് പറഞ്ഞാൽ വേദന എടുക്കും. വല്ല ഇംപ്ലാന്റ് അതാണ്. ഇപ്പോൾ പുതിയ ഇംപ്ലാന്റ് ഇങ്ങനത്തെ വേദന എടുക്കാത്ത സാധനം ഉണ്ട്, അതുകൊണ്ട് മാറ്റി ചെയ്യുന്നത് 10-12 ലക്ഷം രൂപ. അപ്പോൾ നമ്മൾ ഇറങ്ങിയപ്പോൾ നമ്മളത് അവിടെ നമുക്ക് നല്ല പ്രയാസമുണ്ട്. കാരണം ഈ ലാംഗ്വേജ് ഒക്കെ പുതിയ ഹിന്ദി പഠിക്കണം, മറാഠി പഠിക്കണം, അതിൻ്റെ കൊളോക്കിയലൊക്കെ വരുമ്പോൾ ഇവർക്ക് ഭയങ്കര പേഷ്യൻസിൻ്റെ കയ്യിൽ വലിയ പ്രയാസങ്ങളൊക്കെ ഉണ്ട്. ചിലപ്പോൾ അവിടെ നിൽക്കുന്നുണ്ട്, ചിലപ്പോൾ അങ്ങനെ പോകുന്നു. ഇപ്പോഴത്തെ ചെയ്യുന്ന കുട്ടികൾക്ക് 2 ചെവിക്കുക ചെയ്യുന്നു. അപ്പോൾ നല്ല ക്ലാരിറ്റി നമുക്ക് ഒന്നേ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ ഇതിൻ്റെ ഒരു പ്രോബ്ലം എന്താ അറിയോ, ശരിക്കും പറഞ്ഞാൽ ഈ നമ്മുടെ 2 കുട്ടികൾക്ക് ശബ്ദം അവർക്ക് തിരിച്ചു കിട്ടുകയാണ് ശരിക്കും പറഞ്ഞാൽ. പക്ഷെ ആ 2 കുട്ടികൾ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പിന്നെ പഠിക്കാൻ മാത്രം ബ്രില്യൻ്റ് ആയ ആളുകളാണെന്നുള്ളത് ഒരു ഭയങ്കര അതിശയമുള്ളതാണ്. ഇവനാണെങ്കിൽ IIT-യുടെ പ്രോഡക്റ്റാണ്. അപ്പോൾ പിന്നെ മറ്റൊന്ന് എയിംസിലേക്ക് പിന്നെ പോകുന്നു. അങ്ങനെ എന്നുവെച്ചാൽ ഒരു ചെറിയ അതാണ് ഡിഫറെൻ്റ് ആയിട്ട് വരുന്ന ചില കപ്പാസിറ്റികൾ വരുന്നതാണ്. നമ്മൾ പിന്നെ ഒരു കാര്യം അപ്പോൾ പഠിത്തം നമുക്ക് ഒരു ചെറിയ പിന്നെ വീക്ക് സാധനം വരുമ്പോൾ പഠിച്ചവൻ പോരിച്ചൊരിഞ്ഞ് അനുഗ്രഹിക്കുന്ന വേറൊരു ഭാഗം അവിടെ ഉണ്ട്. പക്ഷെ ഇതൊന്നും ഈ ഹഡിൽസ് ഒന്ന് മാറ്റിയാൽ മാത്രം മതി. ഒരു പ്രാവശ്യം ചെയ്താലും പിന്നെ വേറെ കാര്യത്തിൽ സർക്കാർ വേറെ ശ്രദ്ധിക്കണം. ഇങ്ങനെ സപ്പോർട്ട് കൊടുത്താൽ മതി. സ്കോളർഷിപ്പ് കൊടുക്കാണ്ട് ഒക്കെ പ്രധാനമാണ്. വലിയ സംഖ്യ സീരിയസ് ആയിട്ട് നമുക്ക് ഇവരെ സോഷ്യൽ വെൽഫെയറിൽ ചെയ്തിരിക്കുന്ന ഒരു അനീതി ഒരു 10 കൊല്ലം കൊണ്ട് തന്നെ അതിനെ തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞു. എല്ലായിടത്തും എല്ലാ സാധ്യത ഒരു മാനുഷികത ഇല്ലാതാക്കി കളഞ്ഞു. ഇതിനകത്തൊരു വലിയൊരു എമ്പതിയുടെ ഒരു വലിയ സൈഡ് ഉണ്ടല്ലോ, അത് ഇല്ലാതാക്കി കളഞ്ഞു എന്നുള്ളതാണ്. ഏതായാലും നമ്മളത് കാര്യമായിട്ട് എന്തായാലും സീരിയസ് ആയിട്ട് തന്നെ എടുക്കും. അത് ഏതർത്ഥത്തിലാണ് നമ്മൾ എടുക്കും. നമ്മുടെ ഒരു ഇൻട്രസ്റ്റ് സബ്ജക്റ്റ് ആയിരുന്നു അത്. നമുക്ക് വേങ്ങര മണ്ഡലത്തിലും ചെറിയൊരു അഭിപ്രായങ്ങളൊക്കെ എനിക്കുണ്ട്. നമുക്കിത് കഴിച്ചിട്ടിരിക്കാം. ഞാൻ പിന്നെ ഇവിടുത്തെ സോഷ്യൽ ജസ്റ്റിസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എന്തായാലും വേങ്ങര സീരിയസ് ആയിട്ട് ഇടപെടണം. ഞാൻ നാളെ കാണാം.